നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മാനന്തവാടിയിൽ നിലയുറപ്പിച്ച് കാട്ടാന. 6 മണിക്കൂർ പിന്നിട്ടിട്ടും ആന നഗരത്തിൽ തന്നെ. മയക്കുവെടി വയ്ക്കാൻ തീരുമാനം. തിരിച്ച് കർണാടക ഫോറസ്റ്റിന് സൈഡിലേക്ക് വിടാനാണ് നിലവിൽ ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രദേശത്ത് നിരോധനാജ്ഞ. മലപ്പുറം എടക്കര ടൗണിൽ കാട്ടുപോത്ത്. ആലപ്പുഴയിൽ CPIM-ന്റെ അപ്രതീക്ഷിത നീക്കം. തോമസ് ഐസക്കിനൊപ്പം G. സുധാകരന്റെ പേരും പരിഗണനയിൽ. വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ പരിഗണിക്കൂ എന്ന് ജില്ലാ സെക്രട്ടറി R. നാസർ. ആരിഫിന്റെ പേര് പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, എല്ലാ ബഹുമാനവും അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ക്ലോസ് വായിക്കാം. പ്ലീസ് ഞാൻ ക്ലോസ് വായിക്കാം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. നിയമസഭയിൽ ബഹളവും ഇറങ്ങിപ്പോക്കും. കോടതിയിലെ വിഷയം ചർച്ച ചെയ്യാനാകില്ലെന്ന് സ്പീക്കർ. കേന്ദ്രവിരുദ്ധ പ്രമേയം നിയമസഭയിൽ. വായ്പാ പരിധി കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തൽ. ഫെഡറൽ സംവിധാനം തകർക്കുന്നുവെന്നും പ്രമേയം. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ. ആഭ്യന്തര വളർച്ച ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ. റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറഞ്ഞു. കേന്ദ്ര വിഹിതത്തിൽ 4.6% കുറവെന്നും ആഭ്യന്തര കടം വർദ്ധിച്ചെന്നും റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം 20 സീറ്റെന്ന് K. സുധാകരൻ. അതാണ് നമ്മുടെ സ്ലോഗൻ തന്നെ. അതിനുള്ള സാഹചര്യം കേരളത്തിലുണ്ട്. നമുക്ക് 100%. നമുക്ക് പഴയ കാലത്തെ ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ അനുകൂലമായ കാലാവസ്ഥയല്ലേ, അതിനേക്കാൾ നല്ല കാലാവസ്ഥയല്ലേ. അന്ന് 19 കിട്ടിയ നമുക്ക് 20 എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കൊള്ളാവുന്നൊരു നേതാവിനെ ഇരുത്തിയാൽ വിജയിക്കാവുന്നതേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ആലപ്പുഴ പിടിച്ചെടുക്കും. PV അൻവറിന്റെ തലയ്ക്കെന്തോ അസുഖമെന്നും സുധാകരൻ ന്യൂസ് 18നോട്. ഒരു കഥ പറയുമ്പം അല്ലെങ്കിൽ ഒരു അലിഗേഷൻസ് പറയുമ്പം അതിനകത്ത് ഒരു 5% യാഥാർത്ഥ്യം വേണം. ഇത് 1% പോലും യാഥാർത്ഥ്യമില്ലാത്ത ഒരു കൺസെപ്റ്റ് മനസ്സിലിരുന്ന കൊണ്ടു നടന്ന കൺസെപ്റ്റാണ് അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തി സംസാരിച്ചത്. 3ാം സീറ്റ് ആവശ്യത്തിലുറച്ച് മുസ്ലിം ലീഗ്. ബാങ്ക് ജപ്തിയിൽ മനംനൊന്ത് തൃശൂരിൽ 26-കാരൻ ആത്മഹത്യ ചെയ്തു. ജീവനൊടുക്കിയത് കാഞ്ഞാണി സ്വദേശി വിഷ്ണു. ജാർഖണ്ഡിൽ ചമ്പൈ സോറൻ അധികാരമേറ്റു. 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണം. അറസ്റ്റിനെതിരായ ഹേമന്ത് സോറന്റെ ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി. ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഇറങ്ങുന്നു. ഒഡീഷ FC-യെ നേരിടും. മത്സരം ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. വിശാഖപട്ടണം ടെസ്റ്റിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ. യശസ്വി ജയ്സ്വാളിന് അർദ്ധ സെഞ്ചുറി. വയനാട് മാനന്തവാടി നഗരത്തിൽ ഭീതി വിതയ്ക്കുന്ന കാട്ടാനയെ മയക്കുവെടി വയ്ക്കും. കാട്ടിലേക്ക് തുരത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനയായ വിക്രമിനെ മാനന്തവാടിയിൽ എത്തിച്ചു. കഴിഞ്ഞ 7 മണിക്കൂറിൽ അധികമായി നഗരത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് കാട്ടാന. കാണാത്തവർക്ക് ഇപ്പൊ കാണാം.
മയക്കുവെടി വെച്ച് പിടികൂടിയതിനു ശേഷം കർണാടകത്തിലേക്ക് കൊണ്ടുപോകും എന്ന് വയനാട് ജില്ലാ കളക്ടർ രേണുരാജ് പറഞ്ഞു. നാല് ചുറ്റിലും വഴികളും സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് അത്ര സുരക്ഷിതമല്ല. അപ്പോൾ അവിടെ നിന്ന് ഒരല്പം വലത്തേക്ക് മാറിയിട്ട് മയക്കുവെടി വെച്ച് അതിനെ പിടിച്ച് തിരിച്ച് കർണാടക ഫോറസ്റ്റിൻ്റെ സൈഡിലേക്ക് വിടാനാണ് നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. വിവരം അവരെയും അറിയിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരും സജ്ജീകരണങ്ങൾ എത്തിയിട്ടുള്ളത് കൂടാതെ മുത്തങ്ങിയിൽ നിന്ന് ആവശ്യം വന്നാൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കുങ്കിയാനകളും സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഈ മയക്കുവെടി വെക്കാനുള്ള അന്തിമ തീരുമാനം എടുത്തോ? അതിന്റെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ആ തീരുമാനം എടുത്തിട്ടാണ് ഫോറസ്റ്റിൻ്റെ സീനിയർ ഓഫീസർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാഡം അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെയാണ് നിലവിൽ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുന്നതാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അവരാരെങ്കിലും വരുന്നുണ്ടോ മാഡം? അവിടുന്ന് ഇങ്ങോട്ട് ആവശ്യമുണ്ടെങ്കിൽ എല്ലാം അറിയിച്ചിട്ടുണ്ട്. നമ്മൾ വിവരം ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. നിലവിലാണ് അക്രമങ്ങളൊന്നും രാത്രി തുടങ്ങി ചെയ്തിട്ടില്ല. ശാന്തനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് തിരിച്ച് കർണാടക ഭാഗത്തേക്ക് വിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. രാവിലെ 6 മണിയോടെയാണ് നാട്ടുകാർ നഗരത്തിൽ കാട്ടാനയെ കണ്ടത്. ഇതോടെ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയായിരുന്നു. റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കർണാടക വനമേഖലയിൽ നിന്നാണ് എത്തിയത്. ജനങ്ങൾ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾക്ക് കോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ചാൽ മാത്രമേ ആ പ്രശ്നത്തിന് ഒരു പ്രയാസമില്ലാതെയും അപകടമില്ലാതെയും കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണമെന്ന് അവരോടെല്ലാം വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിൻസ് തോട്ടുങ്കരയാണ് ചേരുന്നത്. ജിൻസ്, ഇപ്പോഴീ ആന എവിടെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് രാവിലെ 6 മണിയോടെ ജനവാസ മേഖലയിൽ കണ്ട കാട്ടാന നിലവിൽ കഴിഞ്ഞ 4 മണിക്കൂറായി മാനന്തവാടി പോലീസ് സ്റ്റേഷന് സമീപത്തെ വയലിലാണുള്ളത്. ഈ കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള പ്രാഥമിക നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്നാൽ ഈ മാനന്തവാടി നഗരവും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജും ഈ തൊട്ടടുത്ത് ജനവാസ മേഖലയെല്ലാം തന്നെ ആയതുകൊണ്ട് തന്നെ ഈ മയക്കുവെടി വെക്കാൻ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മയക്കുവെടി ഏറ്റാൽ ഈ ആന വിഭ്രാന്തിയിൽ പരക്കം പായാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെ മുഴുവൻ മാറ്റിയിട്ടായിരിക്കും അത്തരമൊരു ഓപ്പറേഷന് വനം വകുപ്പ് മുതിരുക. എന്തായാലും അക്രമ സ്വഭാവം ഉണ്ടെന്ന് കാണിക്കാതെയാണ് നിലവിൽ ഈ കാട്ടാന നിലവിൽ ഈ മേഖലയിൽ തുടരുന്നത്. എന്തായാലും നിലവിൽ ഈ കാട്ടാന ഈ വയലിൽ സഞ്ചാരം തുടങ്ങിയിട്ടുണ്ട്. ഈ ചുറ്റുപാടും കുന്നാണ്. അതിന് താഴെയുള്ള വയലിലാണ് ഈ ആനയുള്ളത്. മയക്കുവെടി വെക്കാനും അതുപോലെ തന്നെ ഇതിനെ നിയന്ത്രിക്കാനും കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സ്ഥലത്താണ് നിലവിൽ ഈ കാട്ടാനയുള്ളത്. ആവശ്യമായിട്ടുള്ള സജ്ജീകരണം എല്ലാം തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ മുത്തങ്ങിയിൽ നിന്നും കുങ്കിയാനയും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഈ കർണാടകയിലേക്ക് ഇതിനെ പിടികൂടിയ ശേഷം കൊണ്ടുപോകും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആവശ്യമെങ്കിൽ ഈ കർണാടക വനംവകുപ്പിന്റെ സഹായം തേടുമെന്നും ഈ വനംവകുപ്പ് ജില്ലാ കളക്ടർ നേരത്തെ അറിയിച്ചിരുന്നു. ഉത്തരമേഖല CCF അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. എന്തായാലും ദൗത്യം പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ഈ കാട്ടാന മറ്റു സ്ഥലത്തിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിയുമുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് നിലവിൽ വനംവകുപ്പും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള പ്രാഥമിക ഘട്ടത്തിലേക്ക് നിലവിൽ കടക്കുന്നത്. ജിൻസ്, എത്ര മണിയോടുകൂടി ഈ ദൗത്യത്തിലേക്ക് കടക്കാൻ പറ്റുമെന്ന് ഏകദേശ ധാരണയുണ്ടോ? കാരണം ഉച്ചയായി സമയം, വൈകിട്ട് ഇരുട്ടായാൽ പിന്നീട് ഇത്തരം ഉദ്യമങ്ങൾ ഒക്കെ വിജയിക്കുന്നത് പ്രയാസകരമാണല്ലോ. തീർച്ചയായും ഇതിനെ ഉടൻ തന്നെ പിടികൂടാനുള്ള മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ വനംവകുപ്പ് സ്വീകരിച്ചു വരുന്നത്. അതിന്റെ പ്രാഥമികമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ ആക്കി കഴിഞ്ഞു. നിലവിൽ മുത്തങ്ങിയിൽ നിന്നും കുങ്കിയാനയും ഈ പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇവയെ ഈ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് എന്തായാലും കടക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ പിടികൂടിയാൽ ഉടനെ തന്നെ കർണാടകയിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണവും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അഭിലാഷ്, ഈ നാട്ടുകാരുടെ ഒരു പ്രതികരണങ്ങൾ എങ്ങനെയാണ്? അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ രാവിലെ മുതൽ ഈ വാർത്ത നൽകുമ്പോൾ പലർക്കും പുതിയ അനുഭവമാണ്. ഇങ്ങനെ ഈ പ്രദേശത്തേക്ക് കാട്ടാന എത്തിയിരുന്നില്ല എന്നാണ് പറഞ്ഞത്. നാട്ടുകാരെ അവിടെ നിന്ന് മാറ്റുക, അതോടൊപ്പം
അവരെ നിയന്ത്രിക്കുക, അതിനുശേഷം മാത്രമേ മയക്കുവെടി വെക്കാൻ സാധിക്കുകയുള്ളൂ. നാട്ടുകാർ പൂർണ്ണമായും ഇപ്പോൾ ഇതിനോട് സഹകരിക്കുന്ന ഒരു സമീപനമാണോ ഉള്ളത്? നിലവിൽ ഈ കാട്ടാനയെ കാണുന്നതിനായി പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിനും വലിയ രീതിയിലുള്ള ഇതിനെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഓപ്പറേഷന് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ജനങ്ങളോട് കൃത്യമായി സ്ഥലം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിപ്പോകാനുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടുന്നതിനോ ഈ സ്ഥലങ്ങളിലേക്ക് മറ്റ് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം അടക്കം ഈ നേരത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ഈ പ്രദേശത്ത് ജനങ്ങളോട് ഈ ആനയെ പിന്തുടരാനോ ഫോട്ടോ എടുക്കാനോ പാടില്ല എന്ന് കർശനമായി തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ജിൻസ, ഒരുപക്ഷെ ഈ പ്രദേശവാസികൾക്ക് ഇത് വളരെ പെട്ടെന്ന് അനുസരിക്കാൻ സാധിക്കും, അവരുടെ പ്രദേശമായതുകൊണ്ട്. പക്ഷെ ഈ പുറത്തു നിന്നൊക്കെ ആളുകൾ ഇപ്പോഴും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ കാട്ടാന ഈ സ്ഥലത്ത് തമ്പടിച്ചത് മുതൽ ഈ പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ഈ കാട്ടാനയെ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമായി ആളുകൾ എത്തുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും നിലവിൽ ഈ പ്രദേശത്ത് നിന്നും ആന മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ നേരത്തെ 4 മണിക്കൂറോളം ഈ വയലിലായിരുന്നു ഈ ആന തമ്പടിച്ചിരുന്നത്. അതിനുശേഷം വീണ്ടും ഇത് ജനവാസ മേഖലയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അഭിലാഷ്, അതോടൊപ്പം ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ഈ ആന നാട്ടിലിറങ്ങിയതിന് ശേഷം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചതായി എവിടെ നിന്നെങ്കിലും വിവരങ്ങളുണ്ടോ? നിലവിൽ ഈ നേരത്തെ തമ്പടിച്ചിരുന്ന ഈ വാഴത്തോട്ടത്തിൽ 5-6 വാഴകൾ മാത്രമാണ് നശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണമൊന്നും ഈ കാട്ടാന നടത്തിയിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. രാവിലെ 6 മണി മുതലാണ് ഈ ജനവാസ മേഖലയിൽ ഈ കാട്ടാന ഇറങ്ങുന്നത്. അതിനുശേഷം ഇത് വെള്ളമുണ്ട എടവക പഞ്ചായത്തിലുള്ള പായോട് സ്ഥലത്തെത്തുകയും അതിനുശേഷം അവിടെ നിന്ന് നേരെ തിരിച്ചു വരികയായിരുന്നു ചെയ്തത്. ഈ വഴികളിലൊന്നും തന്നെ വലിയ രീതിയിലുള്ള ആക്രമണമൊന്നും നടത്താതെയാണ് ഈ ആന ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഇവയെ പിടികൂടാനുള്ള ഒരു നീക്കം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ കാട്ടാന ഈ പ്രദേശത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഞാൻ ജിൻസിലേക്ക് എത്താം. ഇപ്പോൾ ശ്രീമതി രത്നവല്ലി ചെയർപേഴ്സൺ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി രത്നവല്ലി, ഇതിപ്പോൾ മയക്കുവെടി വെക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥ സംഘമെല്ലാം അവിടെയുണ്ടോ? താങ്കൾ ആ പരിസരത്താണോ ഇപ്പോഴുള്ളത്? ഞാനുണ്ടായിരുന്നു, ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. മയക്കുവെടി വെക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. കളക്ടർ അടക്കം, സബ് കളക്ടർ, കളക്ടർ, DFO അടക്കമുള്ള എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മേലുള്ള ഒരാളും കൂടി ഉണ്ട്. ആ പെണ്ണുങ്ങളെ ഈ മയക്കുവെടി വെക്കാനുള്ള ഉദ്യോഗസ്ഥ സംഘം അവിടെ എത്തിയിട്ടുണ്ടോ? ഇല്ല, കുങ്കി ആനകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. വിക്രം എന്ന ആന അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ മയക്കുവെടിന്റെ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. താങ്കൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ പുറത്തു നിന്നൊക്കെ ആളുകൾ അവിടേക്ക് വരികയും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെയുള്ളവർ നേരിടുന്നുണ്ടോ? തീർച്ചയായും ടൗണിലെത്തുന്ന ആൾക്കാരൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. കുറെ സമയം ഗേറ്റ് അടച്ചു വെച്ചിരുന്നെങ്കിലും ഗേറ്റ് തുറന്നപ്പോ എല്ലാരും തന്നെ അങ്ങോട്ട് വന്നു. ആന അവിടുന്ന് ഗതി മാറി വേറൊരു ഭാഗത്തേക്ക് പോയിരുന്നു. ആ പോയ അടുത്തുനിന്ന് വീണ്ടും ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവിടെയുള്ളവർ നേരിടുന്നത്? അത് ടൗണുമായിട്ട് അടുത്ത ബന്ധമുള്ള സ്ഥലത്താണ് ഈ ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ടൗണിന്റെ തൊട്ട് താഴെയുള്ള ഭാഗത്ത് വയലുകളിലാണ്. അപ്പോഴേ ഏത് സമയം എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും പ്രലോഭിച്ചു കഴിഞ്ഞാൽ ആന ടൗണിലേക്കൂടെ വരികയാണെങ്കിൽ വളരെ ഭീതി പരത്തുന്ന ഒരു സന്ദർഭമായിരിക്കും നടക്കുക. ഈ നിർദ്ദേശങ്ങൾ അധികൃതരൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിക്കുന്നുണ്ടോ? തീർച്ചയായും ഉണ്ടാവും. പിന്നെ പോലീസ് പരമാവധി ആൾക്കാരെ മാറ്റി നിർത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് വണ്ടികളൊക്കെ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ കൗതുകം എന്ന നിലയിലൊക്കെ ആളുകൾ വരും, അവരെ എത്ര പറഞ്ഞാലും ഒക്കെ അവർ അനുസരിക്കുക എന്നത് പ്രയാസകരമാണ്. എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ആർക്കും ഏതെങ്കിലും തരത്തിൽ കൃഷിനാശമോ അല്ലെങ്കിൽ വീടിന് കേടുപാടുകളോ
കടകൾ നശിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വിവരം ഒന്നുമില്ല. ഒരു സംഭവം ഇതുവരെ പിന്നെ അക്രമാസക്തമായിട്ടൊന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ സ്കൂളുകൾക്ക് പിന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് കൊണ്ട് സ്കൂളുകൾക്ക് ഇന്നില്ല, അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഓഫീസുകളും പരമാവധി തുറന്നിട്ടില്ല ടൗണുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളില്. അതുപോലെ എല്ലാവിധ പിന്നെ അനൗൺസ്മെന്റ് വാഹനം ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വണ്ടിക്കും പിന്നെ വണ്ടിയും ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ഈ ആനയുടെ ദൃശ്യങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ ഏറ്റവും അത്ഭുതകരമെന്നത് ഈ വാഹനങ്ങൾക്ക് സമീപത്ത് കൂടി ആന പോകുന്നത് കാണാം. പക്ഷേ ആ വാഹനത്തെ ഏതെങ്കിലും തരത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നില്ല. കൃഷിയിടത്തിലൂടെ പ്രത്യേകിച്ച് വാഴത്തോട്ടത്തിലൂടെയൊക്കെ ആന പോകുന്നത് കാണാം. അവിടെയും ഈ കൃഷി നശിപ്പിക്കുകയോ വാഴകൾ പിഴുതെറിയുകയോ ഒന്നും ദൃശ്യങ്ങളിൽ എന്തായാലും കാണുന്നില്ല. പക്ഷേ ഭീകര അന്തരീക്ഷം അവിടെ ആന സൃഷ്ടിച്ചിട്ടില്ല. അത് മെല്ലെ കടന്നു പോകുന്നുള്ളൂ. അടുത്തുകൂടെ പോയ ആൾക്കാരെ വരെ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞറിഞ്ഞു കേട്ടിരിക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എങ്കിലും ആൾക്കാരുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഉള്ളതല്ലേ? തീർച്ചയായും ഇന്ന് തന്നെ മയക്കുപിടി വെച്ച് അവിടെ നിന്ന് മാറ്റാൻ കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. സമയം വൈകുന്നതൊരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ടോ? പക്ഷെ അവിടുന്ന് എത്തേണ്ട താമസം ഉണ്ടല്ലോ. എല്ലാ ഓർഡറുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞറിഞ്ഞത്. അവരോട് ചോദിച്ചപ്പോൾ കളക്ടറുടെ സംസാരത്തൊന്നും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇന്ന് തന്നെ ആനയെ മയക്കുപിടി വെച്ച് മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് നഗരസഭ ചെയർപേഴ്സൺ ഞങ്ങളോട് പ്രതികരിക്കുന്നത്. CK രത്നവല്ലിയാണ് പ്രതികരിച്ചത്. വരും വാർത്തകളിലും കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമെങ്കിൽ താങ്കളെ ബന്ധപ്പെടാം. ജിൻസ്, എന്തായാലും ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമാകുന്ന ഒന്ന്. ഒപ്പം ജനങ്ങൾ അധികൃതരുടെ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുന്നു എന്നതും പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. ഇന്ന് തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ആ നിലയിൽ നമുക്ക് അനുമാനിക്കാമല്ലേ? തീർച്ചയായും ഈ കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള പ്രാഥമിക നടപടികൾ പുരോഗമിച്ചതിനിടയിലാണ് ഇപ്പോൾ ഈ കാട്ടാന മറ്റു സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ പ്രാഥമികമായിട്ടുള്ള എല്ലാ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ഈ മുത്തിങ്ങിയിൽ നിന്നും കുങ്കിയാനയെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇതിനെ പിടികൂടാനുള്ള ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ എല്ലാ ജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളോട് കൃത്യമായി മാറിപ്പോകുന്നതിനടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ സന്ദർഭം ഒത്തുവന്നാൽ ഇതിനെ ഉടൻ തന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കമാണ് വനപാലകരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ആളുകളെല്ലാം തന്നെ ഈ കാട്ടാനയെ കാണുന്നതിനായി തടിച്ചുകൂടിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ ജനങ്ങളോട് കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയെങ്കിൽ പോലും ആളുകൾ ഈ കൗതുകത്തിന്റെ പുറത്ത് ഈ ഭാഗത്തേക്ക് വരുന്ന ഒരു സ്ഥിതിയുണ്ട്. കൂട്ടത്തോടെ എത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് വലിയ രീതിയിലുള്ള ജാഗ്രതയിലാണുള്ളത്. ഈ ആളുകളെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റാനുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. ഈ കാട്ടാന നേരത്തെ പോയ സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. അവിടെ നിന്നും ഏകദേശം 100 മീറ്റർ അകലെയാണ് ഇപ്പോൾ കാട്ടാന സഞ്ചരിച്ചത്. അതിനുശേഷം വീണ്ടും ഈ വയലിലേക്ക് വരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ കാട്ടാന ഇപ്പോൾ ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ കാട്ടാന ജനങ്ങളുടെ മുന്നിൽ ഒരു പാഞ്ഞടിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ കാട്ടാന അല്പസമയത്തിനകം ഈ നേരത്തെയുള്ള വയലിലേക്ക് മാറുന്ന കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ആളുകൾ ഇപ്പോഴും ഈ പരിസരത്തൊക്കെ തടിച്ചുകൂടുന്നു എന്നതാണ്. അതൊരു മൃഗമാണ്. സ്വാഭാവികമായും ഇത്രയധികം ആൾക്കൂട്ടം കാണുമ്പോഴൊക്കെ അത് പ്രകോപനമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് അങ്ങനെ ഒരു സാഹചര്യമാണോ ഉള്ളത്? തീർച്ചയായും പ്രകോപനപരമായ കാര്യങ്ങളിലേക്കാണ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആളുകളെല്ലാം തന്നെ ഈ കാട്ടാനെ കാണുന്നതിന് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എന്തായാലും ആളുകളെ മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ കാട്ടാന് നേരത്തെ ഉണ്ടായിരുന്ന ഈ വയലിലേക്ക് മാറുകയാണ്.
റൈറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾ അനാവശ്യമായി ഈ പ്രദേശത്തേക്ക് എത്തുന്നു, അവിടെ തടിച്ചുകൂടുന്നു, അവർക്കൊരു കൗതുകമായി മാറുന്ന സാഹചര്യമാണുള്ളത്. മൃഗത്തിൻ്റെ ബോധം പോലും ഇല്ലാത്ത തരത്തിൽ പലപ്പോഴും മനുഷ്യർ പെരുമാറുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ എന്നുള്ളതാണ് ഏറ്റവും നിരാശാകരമായ ഒന്ന്. കഴിയുന്നത്ര ആളുകൾ ഈ ഭൂപ്രദേശത്തേക്ക് ഇപ്പോൾ പോകാതിരിക്കുക എന്നതാണ് അവർക്ക് അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഉദ്യോഗസ്ഥ സംഘമാണ് അവിടെ നിലയുറപ്പിക്കേണ്ടത്. അവർ ആണ് ആനയെ അടക്കം കയറ്റി കാട്ടിലേക്ക് തിരിച്ചുവിടേണ്ടത്. അതിന് വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിൽ പബ്ലിക്, പൊതുജനങ്ങൾ ഒരു കാരണവശാലും പെരുമാറരുത് എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനം. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി തന്നെ തിരികെ എത്താം. കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളിൽ സ്ഥിരം ശല്യക്കാരനായിരുന്ന അതേ ആന തന്നെയാണ് ഇപ്പോൾ മാനന്തവാടി നഗരത്തെ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി മുൾമുനയിൽ നിർത്തുന്നത്. കർണാടക വനം വകുപ്പ് തണ്ണീർ എന്ന് പേരിട്ട ഈ കൊമ്പനെ 2 ആഴ്ച മുമ്പാണ് ഹാസനിലെ എസ്റ്റേറ്റിൽ നിന്ന് പിടികൂടി കേരള അതിർത്തിയായ മൂലപ്പള്ളിയിൽ തുറന്നുവിടുകയും ചെയ്തത്. മൈസൂർ വനം വകുപ്പിനാണ് ആനയുടെ നിരീക്ഷണ ചുമതല നൽകിയിട്ടുള്ളത്. മാനന്തവാടിയെ മണിക്കൂറുകളായി മുൾമുനയിൽ നിർത്തുന്ന കാട്ടുകൊമ്പൻ തണ്ണീർ എന്ന ആനയാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. കർണാടകയിലെ ഹാസനിൽ ഭീതി വിതയ്ക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തതോടെയാണ് ആനയെ പിടികൂടാനുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കുന്നത്. പ്രദേശത്ത് സ്ഥിരമായി കാപ്പിത്തോട്ടങ്ങളിൽ കറങ്ങി നടക്കുന്ന ശല്യക്കാരനായിരുന്നു ഈ ആനയെന്നാണ് വിവരം. ജനുവരി 16-നാണ് കർണാടക വനംവകുപ്പ് ആനയെ പിടികൂടുന്നത്. ഈ സമയം മറ്റ് 2 ആനകളെ കൂടി വനംവകുപ്പ് പിടികൂടിയിരുന്നു. പിന്നീട് പിടികൂടിയ ആനകളെ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം ബന്ദിപ്പൂർ വനാതിർത്തിയായ മൂലഹൊള്ളയിൽ തുറന്നുവിടുകയായിരുന്നു. മൈസൂരുവിലെ വനം വകുപ്പ് ഓഫീസാണ് റേഡിയോ കോളറിലൂടെ ആനകളെ നിരീക്ഷിച്ചിരുന്നത്. റേഡിയോ കോളർ ഇതിൽ തണ്ണീർ എന്ന ആന വയനാട് അതിർത്തിയിലേക്ക് കടന്ന് നാടിനെ വിറപ്പിച്ചിരിക്കുകയാണ്. ശരി നോക്ക്. ന്യൂസ് 18 കർണാടക. അതാണ്, കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളിൽ സ്ഥിരം ശല്യക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തണ്ണീർ എന്ന് പേരിട്ടിട്ടുള്ള ആനയ്ക്ക് പൊതുജനങ്ങളെയൊക്കെ കാണുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സ്വഭാവത്തിലേക്ക് കടക്കും എന്ന് ഉറപ്പിക്കാനാവില്ല. സാധാരണ നിലയിൽ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ജനങ്ങളുടെ പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മേഖലയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ് മൃഗങ്ങളുടെ ഒരു പൊതുശീലം. എന്നാൽ ഇതിപ്പോൾ അങ്ങനെ വിലയിരുത്താനാവില്ല. കാരണം നേരത്തെയും ഇത്തരത്തിൽ കാപ്പിത്തോട്ടങ്ങളിലൊക്കെ സ്വൈര്യവിഹാരം നടത്തിയിട്ടുള്ള ആനയാണ്. മാത്രവുമല്ല, കർണാടക വനംവകുപ്പ് 2 ആഴ്ച മുമ്പ് ആണ് ഈ കൊമ്പനെ പിടികൂടി തണ്ണീർ എന്ന് പേരിട്ട് കാട് കയറ്റുകയും ചെയ്തത്. കൃഷി മേഖലകളിൽ ഉൾപ്പെടെ നാശം വിതച്ചിട്ടുള്ള കാട്ടാന തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിൽ വലിയ കൃഷിനാശമൊന്നും സംഭവിച്ചിട്ടില്ല മാനന്തവാടി പ്രദേശത്ത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആനയ്ക്ക് അധികം വിശപ്പോ ദാഹമോ ഒന്നും ഇല്ലാത്ത മണിക്കൂറുകളിലൂടെ ആകാം കടന്നു പോകുന്നത്. അതുകൊണ്ട് മാത്രമായിരിക്കാം അത്. കൂടുതൽ വിശപ്പുണ്ടായാൽ ഈ കൃഷിയടക്കം നശിപ്പിക്കാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാനാകില്ല. ജനുവരി 16-നായിരുന്നു കർണാടക വനംവകുപ്പ് ആനയെ പിടികൂടുകയും ചെയ്തത്. യെസ്, അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അനീഷ്, എന്തായാലും ഈ ആനയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. തണ്ണീർ എന്ന് വിളിപ്പേരുള്ള ആനയാണ്. നേരത്തെ തന്നെ ഈ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ശീലമുണ്ട്. ഇപ്പോൾ ആന നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. മണ്ണുവാരി ദേഹത്തിടുന്നു. ഉച്ച സമയമാണ്, ചൂട് ആനയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സമയത്താണ് പൊതുവെ ആന ഇങ്ങനെ മണ്ണുവാരി ദേഹത്തേക്കിടുന്നത്.
എന്താണ് ഈ അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ അനുയോജ്യമായ ഒരു സമയത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇതിനെ മയക്കുവെടി വെക്കുക, മാറ്റുക എന്നതിനൊക്കെ അനുകൂലമാകുന്ന ഒരു സ്ഥലത്താണോ ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്? വയനാട് മാനന്തവാടിയിൽ ജനങ്ങളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ആണ് കാട്ടാന ഇപ്പോഴും അവിടെ തുടരുന്നത്. ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വീടുകൾ ആക്രമിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതുപോലെ കടകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല. ഏതെങ്കിലും മനുഷ്യർക്ക് നേരെയും ഇതുവരെയും ആന ആക്രമണം നടത്തിയിട്ടില്ല. അതേസമയം കാർഷിക മേഖലയിലടക്കം ഇപ്പോഴും ആന തുടരുകയാണ് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. മണ്ണുവാരി ദേഹത്തേക്ക് എറിയുന്ന ആനയുടെ ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ വാഴ ഉൾപ്പെടെ കർഷകർ കൃഷി ചെയ്തിട്ടുണ്ട് എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ നട്ടുച്ച സമയമാണ്. ആനയെ സംബന്ധിച്ചിടത്തോളം നഗരത്തിലൊക്കെ ഇറങ്ങുന്ന അല്ലെങ്കിൽ നാട്ടിലിറങ്ങുന്ന ആനയ്ക്ക് ഏറ്റവും പ്രതികൂലമാകുന്ന ഒരു കാലാവസ്ഥയാണ്. ചൂടുള്ള സമയമാണ് എങ്കിൽ ആനയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ചെറിയ ചൂട് പോലും ആനയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. കാട്ടാനകളെ സംബന്ധിച്ചിടത്തോളം ചൂട് തീരെ സഹിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല. ആനയുടെ ഒരു പ്രകൃതി എന്നത് അത്തരത്തിലാണ്. ഇപ്പോൾ ആന ദേഹത്തേക്ക് മണ്ണുവാരി എറിഞ്ഞ് അവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. നേരത്തെ കബനി നദിയിൽ അടക്കം ആന ക്രോസ് ചെയ്തിരുന്നു. കബനി നദിയിലിറങ്ങി മറുകരയിലേക്ക് നീന്തി ആണ് ആന എത്തിയത്. ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ വാർത്താ ബുള്ളറ്റിനുകളിൽ പ്രദേശവാസികളടക്കം റിപ്പോർട്ട് നൽകിയിരുന്നു. എന്തായാലും കിലോമീറ്ററുകളുടെ ദൂരവ്യത്യാസമുണ്ട് കാടുമായിട്ട്. അങ്ങനെ കിലോമീറ്ററുകൾ മാറിയാണ് ആന ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മാനന്തവാടി ടൗൺ എന്നത് വനമേഖലയിൽ നിന്ന് മാറിയുള്ള പ്രദേശമാണ്. അതോടൊപ്പം തന്നെ കർണാടക അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ മാറിയാണിപ്പോൾ ആനയുള്ളത് എന്ന് പറയുന്നു. ഈ കർണാടക അതിർത്തിയിലെ കാപ്പിത്തോട്ടങ്ങളിൽ ആണ് ഇതിനു മുമ്പ് ആനയെ പലപ്പോഴായി കണ്ടിട്ടുള്ളത്. ഈ പ്രദേശത്ത് സ്ഥിരമായി കാപ്പിത്തോട്ടങ്ങളിൽ കറങ്ങി നടക്കുന്ന ആനയാണ് പിന്നീട് പിടികൂടപ്പെട്ടത്. ജനുവരി 16-നാണ് കർണാടക വനംവകുപ്പ് ആനയെ പിടികൂടിയത്. അതിനുശേഷം കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആനയെ തിരിച്ച് വനത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അനീഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഇപ്പോൾ ഈ ആന നിലയുറപ്പിച്ചിട്ടുള്ളത് ഏത് പ്രദേശത്താണ്? നേരത്തെ നിലയുറപ്പിച്ചിരുന്ന ഭാഗത്തോട്, അതായത് ന്യൂമാൻ കോളേജിന്റെ പിൻവശത്ത് ഇപ്പോൾ ഒരു വാഴത്തോട്ടത്തിലേക്ക് ആന നീങ്ങിയിരിക്കുന്നു. തൊട്ടു മുമ്പ് അവിടുത്തെ ഒരു തുറന്ന സ്ഥലത്തായിരുന്നു നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ജിൻസിനോട് ചോദിക്കാം. നമ്മുടെ പ്രതിനിധിയുണ്ട് ഇവിടെ. ഏകദേശം 4 മണിക്കൂർ ഈ പ്രദേശത്ത് തന്നെയായിരുന്നു. 6 മണിക്കായിരുന്നു ആദ്യം ഈ ജനവാസ മേഖലയിൽ ഈ കാട്ടാനയെ കാണുന്നത്. അതിനുശേഷമാണ് ഈ ന്യൂമാൻസ് കോളേജിന്റെ പരിസരത്ത് ഏകദേശം എത്തിയത്. 4 മണിക്കൂറോളം ഈ പ്രദേശത്ത് ആന നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും വനം വകുപ്പ് നിലവിൽ ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ അതിന്റെ പ്രാഥമിക ഘട്ടങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഈ ആന മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും അത് വീണ്ടും തിരിച്ച് ഇവിടെ ഈ വയലിനോട് ചേർന്നുള്ള ഈ പ്രദേശത്തിന് എത്തിയിട്ടുണ്ട്. ഉചിതമായ സ്ഥലമാണ്. ഈ മയക്കുവെടി വെക്കാൻ ഉചിതമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആന തിരിച്ചെത്തിയിരിക്കുന്നത്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. എത്ര നേരമായി ഈ സ്ഥലത്ത് ഇപ്പോൾ ആന തമ്പടിക്കുന്നു? എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തുമോ, മറ്റു കാര്യങ്ങളോ? നിലവിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെ വരുത്തിയിട്ടില്ല. ഇതുവരെ രാവിലെ പുലർച്ചെ മുതലേ ഈ ആന ഉണ്ടായിരുന്ന സ്ഥലം മുതൽ ഈ ഇവിടെ തിരിച്ച് വരുന്നത് വരെ നിലവിൽ യാതൊരു നാശനഷ്ടവും വരുത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഈ മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്ന നമുക്ക് കർഷകരുമുണ്ട്, അവരുടെ സ്ഥലത്തൊക്കെയാണ് എന്താ നാശനഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1-2 മണിക്കൂറിനിടയിൽ ഒരുപാട് വാഴകൾ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തെങ്ങ്, കഴുങ്ങ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അത് തിന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും അത് തിരിച്ചവിടെ വന്ന് ഇനിയും നാശനഷ്ടം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ആദ്യ ഘട്ടത്തിൽ അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ച് ന്യൂമൻസ് കോളേജിന്റെ അവിടത്തേക്ക് പോയി വീണ്ടും റിട്ടേൺ തിരിച്ചു വരികയും വീണ്ടും ആ വാഴത്തോട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. ഇനി വീണ്ടും അത് നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തോട്ടം നശിപ്പിക്കാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വെടിവെക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഇനി മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഇപ്പോഴാണ് അതിനുള്ള ഒരു ചുറ്റുപാടാണ് കാണുന്നത്.
അധികാരികൾ മുൻകൈ എടുത്ത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടതാണ്. ജിൻസ, എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നിലവിൽ ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഇതിനെ മയക്കുവെടി വെക്കുന്നതിനുമൊക്കെ ചെയ്തിരിക്കുന്നത്? നിലവിൽ മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകൾ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സജ്ജീകരണവും മയക്കുവെടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണവും എത്തിയിട്ടുണ്ട്. RRT സംഘം ഉൾപ്പെടെയുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള പ്രാഥമിക ഘട്ടം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം ഇതിനെ മയക്കുവെടി വെക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ജനവാസ മേഖലയായതുകൊണ്ട് തന്നെ ഈ ആന കാണാൻ തന്നെ നിരവധി ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇവിടെ പോലീസിന്റെ ഒരു പോലീസ് ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുമുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ആളുകൾ വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഒരു കൗതുകത്തിന്റെ പുറത്താണ് ഇത്രയും ആളുകൾ ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത്. ഇത് ഈ ഓപ്പറേഷന് തന്നെ ബാധിക്കാവുന്ന ഒരു തരത്തിലേക്കാണ് നിലവിൽ ഈ ആളുകളുടെ ഒരു കൂട്ടം ഇവിടെ എത്തിയിരിക്കുന്നത്. അത് നിലവിൽ ഓപ്പറേഷനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇപ്പം ഈ മയക്കുവെടി വെക്കാനുള്ള കൃത്യമായ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ചുറ്റും കുന്നാണ്, അതിനിടയിലുള്ള ഈ താഴ്ഭാഗത്താണ് നിലവിൽ ഈ ആന എത്തിയിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ഇതിനെ മയക്കുവെടി വെക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ജില്ലാ കളക്ടറാണ് ഈ ഉത്തരവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം ഇതിനെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പുരോഗമിക്കും. എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ? ഈ കുങ്കിയാനകളെ തയ്യാറാക്കി നിർത്തണം, പിന്നെ കൃത്യമായൊരു സ്ഥാനം നിശ്ചയിക്കണമല്ലോ. അതായത് അത് വെടിയേറ്റ ശേഷം ചിലപ്പോൾ ഓടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ മറ്റു ആളുകൾക്ക് പരിക്ക് പറ്റാതൊക്കെ നോക്കേണ്ടതുണ്ട് അല്ലെ? അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഈ പ്രദേശം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ നഗരം, പിന്നെ ജനവാസ മേഖല എല്ലാം ഉൾപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ കൃത്യമായി മാറ്റിയ സ്ഥിതിക്ക് ശേഷം മാത്രമേ ഇതിനെ വെടിവെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് നടക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഇതിനെ വെടിയേറ്റാൽ തന്നെ വീണ്ടും വിരണ്ടോടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് ജനങ്ങളെയും മറ്റുള്ളവരെയും ബാധിക്കാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അത്തരത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഈ ഓപ്പറേഷൻ വനംവകുപ്പ് നടത്തുന്നത്. എന്തായാലും മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനെ എത്തിച്ചിട്ടുണ്ട്. ഈ മയക്കുവെടി വെക്കാനുള്ള വിദഗ്ധരടക്കമുള്ളവർ ഇവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും സന്ദർഭം ഒത്തുവന്നാൽ തന്നെ ഉടനെ തന്നെ ഇതിനെ വെടിവെക്കാനുള്ള ഒരു നീക്കം നിലവിൽ നടത്തും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ചുറ്റിക്കറങ്ങി ഈ ഭാഗത്തോടെ തന്നെ നീങ്ങാനും സാധ്യതയുള്ളൂ. കാട്ടിലേക്കൊന്നും പോകാനുള്ളൊരു സാധ്യതയില്ല, അടുത്ത് കാട് ഇല്ല. തീർച്ചയായും 20 കിലോമീറ്റർ അകലെയാണ് കാടുള്ളത്. അതിനുശേഷം എന്തായാലും ഇതിനെ കാട്ടിലേക്ക് തുരത്തുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അതുകൊണ്ടാണ് നിലവിൽ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് വനംവകുപ്പും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും കടന്നിട്ടുള്ളത്. ഏകദേശം കഴിഞ്ഞ ജനുവരി 16-നാണ് ഈ കർണാടകയിൽ നിന്നും ഇവയെ പിടികൂടുന്നത്. അതിനുശേഷമാണ് ഇതിനെ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം ഈ വനത്തിലേക്ക് ഈ കാട്ടാനയെ വിടുന്നത്. ഈ കാട്ടാന ഏകദേശം 300 കിലോമീറ്റർ താണ്ടിയാണ് ഇപ്പോൾ മാനന്തവാടിയിൽ എത്തിയിരിക്കുന്നത്. ഇനി ഇതിനെ ഈ ജനവാസ മേഖലയിൽ നിന്നും കാട്ടിലേക്ക് അതുപോലെ വനത്തിലേക്ക് തുരത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായി നടക്കുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് നിലവിൽ ഈ പ്രദേശത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് വനം വകുപ്പ് കടക്കുന്നത്. ഇത് എങ്ങനെ എത്തിപ്പെടാനാണ് സാധ്യത? ഏത് രീതിയിൽ വരാനാണ്? അടുത്ത് 10-20 കിലോമീറ്റർ ദൂരെയാണ് കാടുള്ളത്. എങ്ങനെയെങ്കിലും വഴിതെറ്റിയൊക്കെ വന്നതാ? വഴിതെറ്റി വന്നതാവാനാണ് നിലവിലെ സാഹചര്യം. എന്തായാലും കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഒരു കരടി വന്ന് 5 ദിവസത്തോളം വലിയ രീതിയിലുള്ള ഒരു ഭീതി സൃഷ്ടിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഇതേപോലെ കാട് തെറ്റിക്കൊണ്ട് ജനവാസ മേഖലയിലേക്ക് വരുന്നത്. ഈ ടൗണിലേക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കാട്ടാന എത്തുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം കടുത്ത ഭീതിയിലാണ്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഈ ക്ഷീരകർഷകനായിട്ടുള്ള ഈ പാല് കൊടുക്കാൻ പോയ ആള് ഈ കാട്ടാനയെ കാണുന്നത്. അതിനുശേഷമാണ് വനപാലകരെ വിവരം അറിയിക്കുന്നത്. ഈ കാട്ടാന ഈ ജനവാസ മേഖലയിൽ എത്തിയത് അറിയുന്നത്. പക്ഷേ ഇതിന്റെ സഞ്ചാര ദിശ ഇതുവരെയും വനംവകുപ്പിന് കിട്ടിയിട്ടില്ല. CCTV അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും നിലവിൽ ഈ കാട്ടാന എവിടെ നിന്നും വന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു കാര്യവും നിലവിൽ വനംവകുപ്പ് പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇതിനെ നിലവിൽ ഈ സന്ദർഭം ഒത്തുകിട്ടിയ സാഹചര്യത്തിൽ ഇതിനെ മയക്കുവെടി വെക്കുന്നതിന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉടൻ തന്നെ നീങ്ങുമെന്നുള്ള കാര്യമാണ് അറിയുന്നത്. ഇത് നേരം വൈകിയാൽ മറ്റുള്ള ദൗത്യത്തെ ഇത് വലിയ രീതിയിൽ നേരിടും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനെ ഈ ജനവാസ മേഖലയിൽ നിന്നും പിടികൂടി കർണാടകയിലേക്ക് കൊണ്ടുപോകാനാണ് നീക്കം നടത്തുന്നത്. എന്തായാലും ഇതിനെ പിടികൂടിയ ശേഷം കർണാടകയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യം നേരത്തെ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. അത് കർണാടകയിലെ വനംവകുപ്പിന്റെ സഹായം തേടുമെന്നും നേരത്തെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ കടക്കുന്നതാണ്.
ഇത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. ഈ മൈസൂരാണ് ഇതിന്റെ സിഗ്നലുകൾ ലഭിക്കേണ്ടത്. ഇവർ ഇത്രയും ജനവാസ കേന്ദ്രങ്ങളിലേക്കൊന്നും കടന്നിട്ടും അറിയാൻ കഴിഞ്ഞില്ല എന്നാണോ, അതോ അവർക്കിപ്പോഴും എന്തെങ്കിലും വിവരമുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന ജനവാസ മേഖലയിൽ ഏകദേശം 200 കിലോമീറ്റർ താണ്ടി ഇവിടെ എത്തുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അതുകൊണ്ട് ഈ അവിടുത്തെ മൈസൂർ വനം വകുപ്പിന്റെ ഒരു വീഴ്ച തന്നെ ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പരിശോധിക്കാൻ. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളോട് അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മുടെ അരിക്കൊമ്പനൊക്കെ തമിഴ്നാട്ടിലേക്ക് കയറിയാൽ ആ കുമളിയിൽ അതിന്റെ കൃത്യമായ ഒരു ദിശ കിട്ടാറുണ്ട്, ജനവാസ വേല ഒക്കെ ചെയ്യാറുണ്ട്. തീർച്ചയായും അത്തരത്തിൽ ഈ റേഡിയോ കോളർ ഘടിപ്പിക്കുന്നത് വീണ്ടും ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയെ നശിപ്പിച്ചുകൊണ്ടുള്ള ആനകളെയാണ് ഈ റേഡിയോ കളർ ധരിപ്പിക്കുകയും അതുപോലെ തന്നെ ഇതിനെ കാട്ടിലേക്ക് വിടുകയും ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ചു വരുന്നത് തടയുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് കിട്ടുന്നതിനുമായിട്ടാണ് ഈ റേഡിയോ കളർ ഘടിപ്പിക്കുന്നത് തന്നെ. പക്ഷേ ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. എത്ര കിലോമീറ്റർ പോകുന്നു കാണും അതിന്റെ ആദ്യ ഘടിപ്പിച്ച് വിട്ടെടുത്തൊന്നും 10-20 കിലോമീറ്റർ 200 കിലോമീറ്ററോളമാണ് ഈ പ്രദേശമുള്ളത്. 200-ഉം അതിൽ കൂടുതലും ഉണ്ടാകുമെന്നാണ് നിലവിൽ പറയാനുള്ളത്. ഈ മാനന്തവാടിയിലേക്ക് ഏകദേശം അവിടെ നിന്നും ഈ മൈസൂരിൽ നിന്നും ഇങ്ങോട്ടേക്ക് 200 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തേക്ക് വന്ന ഏകദേശം 2-3 ദിവസം കൂടുതൽ ഉണ്ടാകും എന്നാണ് നിലവിൽ കരുതുന്നത്. എന്തായാലും വലിയ നഷ്ടങ്ങൾ വരുത്താത്തതാണ് ഏറ്റവും വലിയ കാര്യം. കോടതിയിലും ട്രഷറിയിലും ഒക്കെ പോയെങ്കിലും അവിടെ ഒന്നും പ്രശ്നമുണ്ടായിട്ടില്ല. വലിയ സാധാരണഗതിയിൽ ഈ മാനന്തവാടി എന്ന് പറയുന്ന ടൗൺ ഒരു ഇടുങ്ങിയ ചെറിയ ടൗൺ ആണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ്. ആളുകൾ രാവിലെ മുതൽ ആളുകൾ എത്തുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തൊന്നും നിലവിൽ കൃത്യമായി ജാഗ്രതാ നിർദ്ദേശം നൽകിയതോടൊപ്പം തന്നെ ആളുകൾ കൃത്യമായി ഒരു അകലം പാലിച്ചു എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവാത്തത് വലിയൊരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. അനീഷ്, തീർച്ചയായും നമ്മുടെ പ്രതിനിധി ജിൻസ് രാവിലെ മുതൽ തന്നെ ആനയുടെ നീക്കങ്ങൾ കൃത്യമായി എത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഇതുവരെ കാര്യമായൊരു നാശനഷ്ടങ്ങളിലേക്ക് കടന്നില്ല. ഈ വാഴത്തോട്ടത്തിൽ മറ്റുമൊക്കെ വാഴ നശിപ്പിച്ചിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഇപ്പോൾ ആന അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഈ കാഴ്ചകൾ കാണാനായി നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ ആന, കരടി ഇതുപോലുള്ള വന്യജീവികളൊക്കെ ഇറങ്ങുന്നത് പതിവാണ് ഈ നാട്ടിൽ. എന്നാലും നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം, ഇതിനു മുമ്പ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടോ ആന ഈ മേഖലകളിൽ? ഇപ്പം അടുത്ത് ഇറങ്ങിയില്ല, കുറേ മുമ്പ് ഇറങ്ങിയില്ല. അന്നേരം ശല്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇതിലെയാണ് ടൗണിൽ കൂടി വന്ന് ഇറങ്ങിപ്പോയത്. അല്ല, ഏത് വഴി അവരെത്തും? താഴങ്ങോട്ട് അവരിപ്പോൾ വരികയാണ്. ഇപ്പോൾ നമ്മൾ കാട് തൊട്ടപ്പുറമല്ല, കാട്ടിക്കുളം, 15 കിലോമീറ്റർ. ആ വഴി തന്നെയാണോ നേരത്തെ ഇപ്പോൾ വന്ന തലപ്പുഴ വഴിയാണ് പറയുന്നത്. ഇതിപ്പം ഇത്ര നേരമായിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ല. ഇല്ലല്ല, അവിടെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. ശാന്തനാണ്. രാവിലെയൊക്കെ പായോടായിരുന്നു. പായോട് നമുക്കൊന്നും പറയാനില്ല. ഇല്ല, ഞാൻ ഇപ്പം വന്നോളൂ. ഇത് അറിഞ്ഞു വന്നതാണ്? അറിഞ്ഞു വന്നു, ആനയെ കാണാൻ വേണ്ടി. അതെ അതെ അതെ. അതെ, ഇവിടെ തന്നെയാണ്. രാവിലെ മുതലേ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. കാരണം ഇതൊരു ജനവാസ കേന്ദ്രമായതുകൊണ്ട് മാനസികമായുള്ള പ്രയാസം. ചുറ്റും വീടുകളും അതുപോലെ ഹോസ്പിറ്റലുകൾ, ക്വാർട്ടേഴ്സുകൾ, താമസക്കാർ കൂടുതൽ, കോളേജ് എന്ന് വേണ്ട ഒരുപാട് റെസിഡൻസി ഏരിയ ആണ്. നമുക്ക് ഭയമുണ്ട്, കാരണം വേറൊരു ഉപദ്രവമൊന്നും നടന്നില്ല. എങ്കിൽ കൂടി ഇതിനൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഉടനടി തന്നെ മയക്കുവെടിയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ജനങ്ങളുടെ ഈ വിഭ്രാന്തി ഒന്ന് മാറ്റാനുള്ള സംവിധാനം എത്രയും പെട്ടെന്നാണെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇപ്പം ചെറിയൊരു ആശ്വാസമുള്ളത് വാഴത്തോട്ടിലും ഈ സമീപപ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ? പുറത്തേക്ക് വല്ലാതെ പോകുന്നില്ല. വാഴത്തോട്ടത്തിൽ ഉണ്ടെങ്കിൽ കൂടി അതിന് കുറച്ച് തണുപ്പ് പ്രദേശമായത് കൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ വാഴയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ നീങ്ങിക്കുന്നത്. എന്നാലും ജനവാസ കേന്ദ്രത്തിലേക്ക് അത് വരാൻ മടിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു പ്രാവശ്യം ഇപ്പോൾ വന്നല്ലോ, വുമൻസ് കോളേജിൻ്റെ പരിസരത്ത് മെയിൻ റോഡിലേക്ക് വന്നു, അവിടുന്ന് തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു, ചെറിയൊരു കാറിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അതിനൊരു നടപടി പെട്ടെന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ജനങ്ങളായ ഞങ്ങൾക്കും താമസക്കാരായും അയൽവാസികളായ ഒക്കെ ഞങ്ങൾക്ക് ഉള്ളത് അതാണ്. ഈ സന്ധ്യയൊക്കെ കഴിഞ്ഞാൽ പിന്നീട് വലിയ പ്രശ്നമാകും അല്ലേ? ഇരുട്ടൊക്കെ, ഈ ചൂടൊക്കെ മാറും, ആന കുറച്ചുകൂടെ ഒന്ന് സഞ്ചരിക്കാനുള്ളൊരു പ്രവണത വന്നു തുടങ്ങുമായിരിക്കും. അതിനൊരു വെള്ളം കിട്ടാത്തൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു, അലറി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്ക്. അപ്പം അതിനൊരു പരിഹാരമൊന്നും ഇവിടെ പെട്ടെന്നുള്ളൊരു വെള്ളത്തിൻ്റെ ഒന്നും കാണുന്നില്ല. എന്നിരുന്നാലും അത് തണൽ പ്രദേശം തന്നെ തേടിയാണ് അവർ കൂടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് എന്താണെന്നിപ്പം നമുക്കൊരു ഭയത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് ജനങ്ങളുണ്ട്, ആളുകളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ആളുകൾക്ക് ഈ പരിസരത്തിന് ഉണ്ട് എന്ന് കേൾക്കുന്നു. അവർ അടിയന്തരമായി തീരുമാനം എടുക്കുമെന്നും പറയുന്നുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അല്ലേ? വീടുകളും സ്ഥാപനങ്ങളൊക്കെ? വീടുകളാണ് കൂടുതലുള്ളത്.
തൊട്ട് മുകളിലായിട്ട് ആദിവാസി കോളനികൾ ഉണ്ട്, ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. തൊട്ടിപ്പുറത്ത് ന്യൂമാൻസിൻ്റെ സൈഡിലായിട്ടും ഒരുപാട് ആളുകളുണ്ട്. ആ പാസേജിൽ കൂടെയാണ് ഇപ്പം ഫസ്റ്റിൽ അത് കടന്നു പോയിട്ടുള്ളത്, വയൽത്തോട്ടത്തു നിന്ന്. ടൗൺ ഏരിയ തന്നെ, മെഡിക്കൽ കോളേജിൻ്റെ തൊട്ട് താഴെ തന്നെയാണല്ലോ, നമുക്ക് കാണുന്ന പ്രദേശം കണ്ടാൽ അറിയാം എല്ലാവർക്കും. ഇവിടെ ഇങ്ങനെ നേരത്തെ കാര്യമായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പ്രദേശമായിട്ട് വന്നതായിട്ട് നമുക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെയുള്ള വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു വരവ് നമ്മളും പ്രതീക്ഷിച്ചിട്ടില്ല. ആദ്യം പായോട് കുന്നിൽ നിന്നായിരുന്നു, അവിടുന്ന് പുഴ കടന്ന് നമ്മളെ ഹൗസിംഗ് ബോർഡിൻ്റെ ആ സ്ഥലത്ത് കൂടി കടന്നു വന്ന് വൃദ്ധാസനത്തിൻ്റെ ഇവിടെ ബിഷപ്പ് ഹൗസിൻ്റെ തൊട്ട് താഴെ അതിലെ നേരെ ഇങ്ങോട്ടേക്ക് വയലിലേക്കാണ് പോലീസ് സ്റ്റേഷൻ്റെ പുറകിലേക്ക് എത്തിയത്. അവിടുന്ന് പിന്നെ അത് അങ്ങോട്ടൊന്നും മാറുന്നില്ല, മേലോട്ട് കയറും താഴോട്ട് വരും. ഇതിങ്ങനെയാണൊരു നിലപാട് അത് ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോഴും ആ വാഴത്തോട്ടത്തിൽ നേരത്തെ നിന്ന അതേ സ്ഥലത്ത് തന്നെ യഥാസ്ഥലത്ത് ഉറപ്പിച്ചുകൊണ്ട് അത് നിൽക്കുകയാണ്. നല്ല തണുപ്പ് പറ്റി നിൽക്കുമായിരിക്കും. നല്ല ഭക്ഷണം കഴിച്ച് നല്ല തണുപ്പത്തിൽ ചളി കിടന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങാലോ. ഇത്ര നേരം നല്ല ഉറക്കമായിരുന്നു. മുമ്പ് നല്ല ഫുഡും ഉണ്ടല്ലോ. ചെറിയ കവുങ്ങ് ഇളനീയും കവുങ്ങാണ് ഇളനീരെ പറിക്കുക, വാഴ പറിച്ച് തിന്ന. കുറച്ച് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് മൂപ്പര് എന്താക്കൂ, നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ഈ വന്ന വഴിക്കാൻ മൂപ്പര് മണം പിടിച്ച് റിട്ടേൺ പോകും. ഭക്ഷണം കഴിക്കാനുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി കടക്കാൾ എല്ലായിടത്തും മാറിക്കൊടുത്താൽ വൈകുന്നേരം ഏത് വഴിക്കാണ് വന്നാൽ അത് റിട്ടേൺ അങ്ങനെ തന്നെ പോകും. അല്ല ഇതൊന്നും ഇത്ര നേരം അവർ പിക്കപ്പ് വേല കുട്ടികൾ മക്കളെല്ലാം ഈ സ്ഥലത്ത് എല്ലാ സാധനങ്ങളുണ്ടല്ലോ. ആരെന്തിനും ദ്രോഹിച്ചിനോ? ആരൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ ഒന്ന് സ്വസ്ഥമായിട്ട് വിട്ടാൽ മതി. അത് വന്ന വഴിക്ക് തന്നെ അതേ ഏത് റൂട്ടിലാണ് വന്ന ആ റൂട്ടിൽ തന്നെ മണം പിടിച്ച് അത് റിട്ടേൺ പോകും. ഈ നേരത്തെ പണ്ടും ഇതുപോലെ വന്നിരുന്നല്ലോ ഒരു തവണ. പക്ഷെ അത് ഏത് വന്ന് അത് വേറെ കാര്യമുണ്ട്. അത് ശകലം പിടിച്ച് വന്നൊരാന രണ്ട് കൊമ്പുള്ള അത് തിരുനെല്ലി കാട്ടുന്ന തെറ്റിയിട്ട് അവർ കുടുംബമായിട്ട് തെറ്റിയിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചക്കാരെ കംപ്ലീറ്റ് അടിച്ച് മ്യാൻമാക്കാരെ കാറെല്ലാം അടിച്ച് പൊളിച്ച് ആ ഗ്യാപ്പിലാണ് രാത്രി വെള്ളം എടുക്കാൻ പോയി. ചക്കനുണ്ടായിരുന്നു. സത്യത്തിൽ ചക്കൻ വെള്ളം കുത്തിക്കൊന്നതല്ല, ചക്കൻ വെള്ളം എടുത്ത് നമുക്ക് കാപ്പിക്കമ്പം തട്ടി ആന ചവിട്ടുകയും ചെയ്തു. വെള്ളം എടുത്ത് ഓടി ആന കണ്ടോടും സംഭവം. അന്ന് നമ്മളെ പട്ടാമ്പി നാസർഖാനെ മുടി പിടിച്ച് പട്ടാമ്പി നാസർക്ക് ഒച്ചയിട്ടോളം മുടി കിട്ടിയില്ല. മുടി മൂപ്പര് കസിൻ്റെ അല്ലേ, മുടി കിട്ടിയില്ല. ചക്കൻ രാവിലെ വെള്ളം എടുക്കും എല്ലാ വീടുകളിലേക്കും. പോകുന്ന പോക്കിൽ കാപ്പീനെ കമ്പടിച്ച് പഠിച്ചോട് ആന പോകുന്ന ആരെയും തട്ടിപ്പോയി. ആനയുടെ മുന്നിൽ വന്ന് വല്ലാത്ത രീതിയിൽ പെട്ടാലേ പ്രശ്നമുള്ളൂ അല്ലേ? ഇല്ല, അത് എന്തോ പോകുന്ന വഴിക്ക് തട്ടിപ്പോയി, അത്രേ ഉള്ളൂ. ഇല്ലാണ്ട് ഇത് ഇതിപ്പോ ഞാൻ പറയട്ടെ, എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ, അതെങ്ങനെ ഇങ്ങനെ രാവിലെ രാത്രി ഇവിടെ എത്തിയോ അതേ റൂട്ടിൽ അത് ആ മൂക്കുകൊണ്ട് മണം പിടിച്ച് അതേ ലൈൻ തന്നെ തിരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അത് അകത്തന്നെ പോകും. അതെവിടെ നിന്ന് വന്നോ അതേ സ്ഥലത്ത് പോകും. ഇത് ജനങ്ങൾ കൂടെ വയലന്റ് ആകാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. തീർച്ചയായും നാട്ടുകാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. കാരണം ഇതിനെ പ്രകോപിപ്പിക്കാതിരിക്കുകയാണ് കൂടുതൽ നല്ലത്. ഇത് തണുപ്പൊക്കെ കൊണ്ട് ഇപ്പോൾ വാഴത്തോട്ടത്തിൽ ശാന്തനായി നിൽക്കുകയാണ്. രാവിലെ മുതൽ ഈ സ്ഥലത്തുണ്ടെങ്കിലും ഒരു പ്രകോപനം ആനയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. വാഴത്തോട്ടത്തിൽ കുറച്ച് വാഴകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അവ ഭക്ഷണമായി ഉപയോഗിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളം ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട് തൊട്ടടുത്ത്. അതുകൊണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ വെള്ളം തേടിയുള്ള ഒരു യാത്രയിലേക്ക് ആന തിരിയുമോ എന്ന് അറിയില്ല. എന്തായാലും നിലവിൽ ഈ മയക്കുവെടി വെച്ച് പിടികൂടാൻ പര്യാപ്തമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. മയക്കുവെടി വെച്ചാലും ഇത് കുതിറി ഓടിയാലും ഒക്കെ ഒന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ചതുപ്പ് ഭാഗം അല്ലെങ്കിൽ ആ വാഴത്തോപ്പ് നിൽക്കുന്ന ഇടം വിട്ടുപോയാൽ നാല് വശത്തും ജനവാസ കേന്ദ്രങ്ങളുണ്ട്. നമുക്ക് തന്നെ കാണാം ദൂരെയൊക്കെ ഈ മലമുകളിലൊക്കെ ആളുകൾ ഈ കാഴ്ച കാണാൻ നിൽക്കുന്നത്. പലയിടങ്ങളിൽ വീടിൻ്റെ ടെറസിലും മറ്റുമൊക്കെ ആൾക്കാർ നിൽക്കുന്നത്. മറുവശത്ത് ഈ നിൽക്കുന്ന വാഴത്തോപ്പിൻ്റെ സമീപത്ത് തന്നെ ആളുകൾ വലിയ തോതിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും 144 പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആന എന്ന കൗതുകം അത് കാഴ്ചയ്ക്ക് നൽകുന്ന ഒരു കൗതുകം അതിനു വേണ്ടി തന്നെയാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ശാന്തനായി തന്നെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ജിൻസ് കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ശാന്തനായി വാഴത്തോപ്പിൽ ഇടയ്ക്ക് ഓരോ വാഴ തിന്ന് ഒക്കെ കഴിയുകയാണ്. പുതിയ വിവരങ്ങളുണ്ടോ? നിലവിൽ ഇത് പുതിയ വിവരം എന്ന് പറയുന്നത് കഴിഞ്ഞ 15 ദിവസമായി കേരളത്തിൽ ഈ ആന ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. 12 ദിവസമായി ഈ ആനയെ നാട്ടുകാർ കണ്ടു എന്നുള്ള കാര്യം നമ്മളിപ്പോൾ അറിയുന്നുണ്ട്. തിരുനെല്ലിയിലുള്ള സർവാണി ഭാഗത്ത് ഈ ആനയെ കാണുകയും ഉടനെ തന്നെ ഈ വനംവകുപ്പിനെ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വനംവകുപ്പ് നിലവിൽ ഈ ആന വനംവകുപ്പിന്റെ നിരീക്ഷണമാണെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഈ ജനവാസ മേഖലയിൽ എത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത്. അനീഷ്, 12 ദിവസം മുമ്പ് തിരുനെല്ലി ഭാഗത്ത് അവിടെ കണ്ടിട്ടുണ്ടോ? ആനയെ കണ്ട നാട്ടുകാരുണ്ടോ? അവിടെ ഈ CCTVയിലോ മറ്റ്
ഈ ട്രാപ്പുണ്ട്, കാട്ടിലെ ട്രാപ്പിലൊന്നും ഇത് പെട്ടിട്ടില്ല. നിലവിൽ ഈ ആനയെ നേരിൽ കണ്ട നാട്ടുകാരാണ് നിലവിൽ ഈ വനംവകുപ്പിനെ ഇത് വിവരം അറിയിക്കുന്നത്. വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ഈ ആന എന്ന് നാട്ടുകാരോട് സമ്മതിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആന വീണ്ടും ഈ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും വനപാലകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അനീഷ്, അതായത് ഇതിന്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ വനവകുപ്പ് അപ്പോഴേ കൈക്കൊള്ളണമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഇതുപോലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും കോടതിയിലേക്കും ട്രഷറിലോട്ടൊന്നും ഈ ആന പോവില്ലായിരുന്നു. തീർച്ചയായും ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായെന്ന് പറയാൻ കാരണം ഈ 12 ദിവസമായിട്ടും മറ്റുള്ള ഈ ആനയെ നിലവിൽ ഈ ആനയെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ട്രാക്ക് ചെയ്ത ആനയാണ്. അപ്പോൾ ഇത് മറ്റുള്ള ഈ കർണാടക വനംവകുപ്പിനെ വിവരം അറിയിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തതാണ് നിലവിൽ ഇത്തരത്തിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഈ കേരള വനംവകുപ്പ് 12 ദിവസം മുമ്പ് ഇത് അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു. കർണാടകക്കാർ അവർക്ക് ട്രാക്കർ ഉണ്ടായിട്ടും അവർ ഏത് മേഖലയിലേക്ക് ഇത് പോകുന്നു എന്ന നിർദ്ദേശം കേരളത്തിന് നൽകിയില്ല. അതെ, തീർച്ചയായും ഈ ട്രാക്കർ ഉണ്ടായിരുന്നിട്ട് പോലും കേരളത്തിലേക്ക് വന്ന കാര്യം കർണാടക വനംവകുപ്പ് അറിഞ്ഞിട്ടുമില്ല. ഈ വനംവകുപ്പ് ഇവിടുത്തെ കേരളത്തിലെ വനംവകുപ്പ് അറിയുമെങ്കിലും ഇതിന് നടപടി എടുത്തിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായും അതീവ ഗുരുതരമായ ആരോപണം തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം 2 തരത്തിൽ വനംവകുപ്പിന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിരിക്കുന്നു. ഒന്ന്, ഈ ആനയുടെ സാന്നിധ്യം കഴിഞ്ഞ 12 ദിവസമായി തിരുനെല്ലി മേഖലയിലുണ്ട് എന്ന് നാട്ടുകാർ പറയുമ്പോൾ വനംവകുപ്പിന്റെ ഒരു നിരീക്ഷണത്തിലായിരുന്നു ഈ ആന എന്ന് പറയുമ്പോൾ അവിടെ നിന്നും കൃത്യമായി നാട്ടുകാർക്കൊരു നിർദ്ദേശം, അതായത് ഇത് കർണാടകത്തിൽ വലിയ നാശം വിതച്ച ശേഷം മയക്കോട് വെച്ച് പിടികൂടി കാട്ടിലേക്ക് കയറ്റിവിട്ട ആനയാണ്. അതുകൊണ്ട് ഒരു ജനവാസ കേന്ദ്രത്തിലേക്ക് ഇതിന്റെ സാന്നിധ്യം എത്തുമ്പോൾ ആനയെ ഒന്ന് ട്രാക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ നാട്ടുകാർക്കൊരു മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം വേണ്ടിയിരുന്നു. അല്ലെ കാട്ടിലേക്ക് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചയക്കാനുള്ള ഒരു ക്രമീകരണം വേണമായിരുന്നു. അല്ലെങ്കിൽ മൈസൂർ ഭാഗത്ത് ആണ് ഈ ട്രാക്ക് ചെയ്തിട്ട് കർണാടക വനംവകുപ്പ് ഇത് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അവരും ഇത്തരത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആന നീങ്ങുമ്പോൾ അതിന്റെ ഒരു നിർദ്ദേശം നൽകേണ്ടിയിരുന്നു. എന്തായാലും ഈ 2 കാര്യവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആവും അല്ലെ, തിരുനെല്ലിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് ജിൻസ് ഇങ്ങോട്ട് എത്താൻ? തിരുനെല്ലിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ഈ മാനന്തവാടി ഉള്ളത്. ഈ മേഖലയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളായി ഈ രാത്രികളിലെല്ലാം തന്നെ ഈ നാട്ടുകാർ ഈ വനംവകുപ്പിനെ വിവരം അറിയിച്ചെങ്കിലും ഇത് പിന്നീട് കാടുകളിലും അതുപോലെ തന്നെ നിന്നുകൊണ്ടായിരിക്കാം ഇത് ഇവിടെ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു കാഴ്ചയിലായിരുന്നില്ല എന്റെ യാത്ര. അതെ, തീർച്ചയായും ഈ രാത്രികളിലായിരിക്കാം ഇതിന്റെ കാഴ്ച എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. അല്ലെങ്കിൽ നേരത്തെ ഈ തിരുനെല്ലി ഭാഗങ്ങൾ അതുപോലെ തന്നെ വലിയ ജനവാസ മേഖലയുള്ള സ്ഥലത്ത് കൂടിയാണ് ഇത് വന്നിട്ടുണ്ടാകുന്നത്. അതിന് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായാൽ തന്നെ നമ്മൾ അറിയേണ്ടതാണ്. പക്ഷേ ഇത്തരത്തിലൊന്നും അറിയാതെ വലിയ ഒരു കൂളായിട്ട് തന്നെയാണ് ഇത് ഈ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത്. ഈ ആനയുടെ പ്രകൃതം എങ്ങനെ ഉണ്ടായിരുന്നു? ഹസനിലാണ് അല്ല ഇത് വലിയ നാശം, അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ആനയുടെ പ്രകൃതം? അവിടെ ആളുകൾക്ക് ശല്യമാവുകയും അവരുടെ വസ്തുവകൾക്കും ഒക്കെ നാശനഷ്ടമൊക്കെ വരുത്തിയതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ പ്രകൃതം? നിലവിൽ ഈ ഹസനിൽ വലിയ രീതിയിലുള്ള ഒരു ശല്യക്കാരനായിട്ടുള്ള ഒരു ആനയായിരുന്നു. വലിയ രീതിയിൽ നാശനഷ്ടം വരുത്തുക എന്ന് പറയുന്നത് കൃഷി മേഖലയിലാണ്. കാപ്പി കർഷകരാണ് അവിടെ ഉണ്ടായിരുന്നത്. തോട്ടം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇതിന്റെ നാശനഷ്ടം കൂടുതലായി വരുത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം ഈ കർണാടക വനംവകുപ്പ് ഇതിനെ പിടികൂടുകയും ഈ ഗോളറൊക്കെ അടുപ്പിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇതിനെ വീണ്ടും വനത്തിലേക്ക് വിടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായത്. എന്തായാലും ഈ ആനയെ പിടിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു അക്രമ സ്വഭാവം ഒന്നും കാണിച്ചില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ശാന്തനായിട്ടുള്ള ഒരു കാട്ടാനയാണ് നിലവിലുള്ളത്. എന്തായാലും അക്രമം കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ വനത്തിലേക്ക് വിട്ട കാട്ടാന ഏകദേശം 200 കിലോമീറ്റർ ഇപ്പുറം വരിക എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഒരു അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അനീഷ, തീർച്ചയായും അഭിലാഷ്, ഇതാണ് ഇവിടുത്തെ സാഹചര്യം. കാരണം ഈ 200 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഈ ആന ഇപ്പോൾ നമ്മൾ കാണുന്ന മാനന്തവാടിയിലെ ന്യൂമാൻസ് കോളേജിന് സമീപമുള്ള ഈ വാഴത്തോപ്പിൽ എത്തിയിരിക്കുന്നത്. തിരുനെല്ലിയിൽ ഇതിന്റെ സാന്നിധ്യം പ്രകടമായെങ്കിലും ഇക്കാര്യം ഒരു വലിയ ഗൗരവത്തോടുകൂടി വനംവകുപ്പ് കണക്കിലെടുത്തില്ല. കർണാടക വനംവകുപ്പ് ഇതിന്റെ ശരീരത്ത് ട്രാക്കർ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ റേഡിയോ കോളർ സിഗ്നലുകൾ ആസ്പദമാക്കി ഇതേത് മേഖലയിലേക്ക് സഞ്ചരിക്കുന്നതെന്ന് സംബന്ധിച്ചൊരു കൃത്യമായ നിരീക്ഷണം നടത്തിയില്ല. അത്തരത്തിൽ ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. എന്തായാലും നിലവിൽ ശാന്തനായി സമാധാനമായി തണുപ്പിൽ ചതുപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വാഴത്തോപ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മയക്കുവെടി വെക്കുന്നതിനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അതിനുള്ള അനുബന്ധ നടപടികൾ കൈക്കൊള്ളുന്നു. കുങ്കിയാന ഇതിനകം സ്ഥലത്തെത്തിയിട്ടുണ്ട്. മറ്റു മയക്കുവെടിക്കുള്ള മറ്റ് ക്രമീകരണങ്ങളും ഒരു വശത്ത് പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്.
അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും തരത്തിൽ അക്രമ സ്വഭാവം ആനയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. പക്ഷേ അനീഷ്, ഇതിപ്പോൾ കർണാടകത്തിൽ നിന്നുള്ള ആനയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാപ്പിത്തോട്ടങ്ങളിൽ അടക്കം നാശനഷ്ടമൊക്കെ വരുത്തുകയും അങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിൽ തുടരുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആനയാണ്. അതിനെ പിന്നീട് പിടികൂടുകയും റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് അയക്കുകയും ഒക്കെയാണ് ചെയ്തത്. ഇപ്പോൾ നേരത്തെ രാവിലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില കർഷകരെങ്കിലും ചെറിയ തോതിൽ കൃഷിനാശമൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പോൾ. വയനാട് മാനന്തവാടിയിൽ ആണ് പ്രദേശവാസികളെ അടക്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കാട്ടാനയെ രാവിലെ കണ്ടത്. കാട്ടിലേക്ക് തുരത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ മയക്കുവെടി വയ്ക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാന ഉൾപ്പെടെയുള്ളവയെ എത്തിച്ച് വനത്തിലേക്ക് തിരികെ അയക്കുവാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മയക്കുവെടി വെച്ച് പിടികൂടിയതിനു ശേഷം കർണാടകയിലേക്ക് തന്നെ കൊണ്ടുപോകും എന്നുള്ളതാണ് വയനാട് ജില്ലാ കളക്ടർ രേണുരാജ് അറിയിച്ചിട്ടുള്ളത്. അനീഷ്, നിലവിൽ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, ഒരു വാഴത്തോട്ടത്തിന് സമീപം നിലയുറപ്പിച്ചിട്ടുള്ള ആനയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ശാന്തനായി തന്നെ ഇപ്പോഴും തുടരുന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അഭിലാഷ്, വളരെ ശാന്തനായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അവിടെ കുറച്ചു നേരം നിന്ന് കഴിയുമ്പോൾ അവിടുന്ന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറും, വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ. ഇപ്പോൾ നിരീക്ഷിക്കാൻ തുടങ്ങിയതാണ്ട് അരമണിക്കൂറിനടുത്തായി അതേ സമയത്ത് അതേ സ്ഥലത്ത് ആന നിൽക്കുന്ന കാഴ്ച. പിന്നെ ഇവിടെ ഒരു കുന്നിൻ ചെരുവ് പോലുള്ളൊരു സ്ഥലമാണ്. ഈ 4 ഭാഗവും ഒരു മലമടക്ക് പോലുള്ള സ്ഥലത്തിൻ്റെ നടുവിലുള്ള ഒരു താഴ്ന്ന സ്ഥലമാണ്. അവിടെ കൃത്യമായി ആനയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. വയനാട് മാനന്തവാടി നഗരത്തിലാണ് ഭീതി വിതച്ചുകൊണ്ട് ആന ഇപ്പോഴും തുടരുന്നത്. ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആന പ്രദേശവാസികളെയോ അല്ലെങ്കിൽ കടകൾക്ക് നേരെയോ ഒന്നും ആക്രമണം നടത്തിയിട്ടില്ല എങ്കിൽ പോലും പ്രദേശവാസികൾ ഇപ്പോഴും കനത്ത ജാഗ്രതയിൽ തന്നെയാണ്. കർശനമായ നിർദ്ദേശം പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരണം. വീടുകളിൽ ഉള്ളവർ വീടുകളിൽ തന്നെ തുടരുക. കടകളിലും മറ്റുമൊക്കെയുള്ളവർ എവിടെയാണ് സുരക്ഷിതമായ ഇടം അവിടെ തന്നെ തുടരണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രദേശത്ത് നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശത്തേക്ക് നിരവധിയായ ആളുകൾ പുറത്തുനിന്ന് എത്തുന്നു എന്നുള്ളതും ഒരുപക്ഷെ ദൗത്യത്തിന് തിരിച്ചടിയായേക്കാം. അതുകൊണ്ട് ആളുകൾ കഴിയുന്നത്ര അവിടേക്ക് പോകുന്നത് ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലവിൽ ആനയെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യം ആണ്. അതുകൊണ്ട് തന്നെ തിരികെ കയറ്റുവാൻ മയക്കുവെടി വെച്ച് കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് തിരികെ കാട് കയറ്റുക എന്ന നിലപാടിലേക്ക് ആണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അടക്കം പോയിട്ടുള്ളത്. അതിനുശേഷം കർണാടകത്തിലെ അതിർത്തിയിലേക്ക് തന്നെ ആയിരിക്കണം ആനയെ കടത്തിവിടുക എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളിലടക്കം ഇറങ്ങാറുള്ള, പതിവായി ജനവാസ മേഖലകളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാറുള്ള ആനയാണിത്. ഇതിനെ ജനുവരി 16 ആണ് പിടികൂടിയിരുന്നത്. അതിനുശേഷം കാട് കയറ്റുകയും ചെയ്തിരുന്നു. പിടികൂടിയതിനു ശേഷം റേഡിയോ കോളർ അടക്കം ഘടിപ്പിച്ച് ആണ് ആനയെ വനത്തിനുള്ളിലേക്ക് കയറ്റിവിട്ടത്. എന്നാൽ ഇപ്പോൾ പ്രദേശവാസികളടക്കം പറയുന്നത് നിരവധി ദിവസങ്ങളായി ഇത് ഈ കേരള കർണാടക അതിർത്തി പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇന്ന് മാനന്തവാടി നഗരത്തിലേക്ക് ഇറങ്ങിയത്. അവിടെ ജനം ആശങ്കയിൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അനീഷ്, ഇതിൽ ഈ പ്രദേശവാസികളുമായി നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു. അവിടുത്തെ നഗരസഭ ചെയർപേഴ്സൺ സംസാരിച്ചിരുന്നു. ഈ പ്രദേശവാസികൾക്ക് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പുറത്തു നിന്നൊക്കെ ആളുകൾ ഇവിടേക്ക് എത്തുന്നു, അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. മയക്കുവെടി വയ്ക്കുമ്പോൾ ആന എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും മുൻകൂട്ടി പറയാനാവില്ല. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടങ്ങളെ കഴിയുന്നത്ര ഒഴിവാക്കേണ്ടതുണ്ട്. അതോടൊപ്പം കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തിലും മറ്റുമൊക്കെ കയറ്റാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ച് മാത്രമേ മയക്കുവെടി വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴവിടെ ഈ ആൾക്കൂട്ടമുണ്ടോ, ആളുകളൊക്കെ അവിടേക്ക് വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ അനീഷ്? നിലവിൽ ആൾക്കൂട്ടം എത്തുന്നുണ്ട്. പലയിടങ്ങളിലെ ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. പക്ഷെ അത് കുറച്ച് ദൂരം മാറിയാണ്. കാരണം താഴെ ഒരു ചതുപ്പ് ഭാഗത്ത് അല്ലെങ്കിൽ വാഴത്തോപ്പിന്റെ ഭാഗത്താണ്
ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ആ ഭാഗത്തേക്ക് അത്ര അടുത്ത് പോകുന്നില്ല. പക്ഷെ നമുക്കറിയാം, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന, വളരെ വേഗത്തിൽ ഓടുന്ന ഒരു ജീവിയാണ്. നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരിക്കും ഈ ആന ഒന്ന് പ്രകോപിതനായാൽ ഉണ്ടാവുന്ന സാഹചര്യം. അതുകൊണ്ട് പോലീസിന്റെയും വനംവകുപ്പിന്റെയും ഒക്കെ ഭാഗത്തു നിന്നും കൃത്യമായൊരു നിർദ്ദേശം താഴെ, അതായത് ഈ ന്യൂമാൻ കോളേജിന്റെ സ്വയംപ്രദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. ആളുകൾ മുകളിലേക്ക് കടന്നു പോകരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. കാരണം ഈ സ്ഥിതിഗതി ഏത് സമയവും മാറാം. നിലവിൽ നിയന്ത്രണ വിധേയമായി ഒരു കൃത്യമായ സുരക്ഷിതമായ ഇടത്ത് ആളുകൾക്കും മറ്റുമൊന്നും കൂടുതൽ പ്രശ്നമുണ്ടാവാത്ത രീതിയിൽ ശാന്തനായി തലയൊക്കെ ആട്ടി ഇങ്ങനെ വാഴത്തോപ്പിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ആ ഒരു ശാന്തത എല്ലായ്പ്പോഴും കാണണമെന്നില്ല. കാരണം കർണാടകത്തിലെ ഹസനിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയ ആനയാണ്. നമുക്ക് അരിക്കൊമ്പൻ ഏത് രീതിയിലാണോ ചിന്നക്കനാലിനെ വിറപ്പിച്ചത്, ആ രീതിയിൽ ഹസനിനെ വിറപ്പിച്ച ആനയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടി കാട്ടിലേക്ക് അയച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ടത്. കാരണം ഈ ആനകളെ പിടികൂടിയാലും ഇവ റേഡിയോ കോളർ ഘടിപ്പിക്കാതെ വിട്ടാൽ ഈ പ്രകോപനകാരികളായ ആനകളെ സ്ഥിരമായി ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അരിക്കൊമ്പന്റെ പോലെ തന്നെ ഇതിനും കോളർ സ്ഥാപിച്ചാണ്, റേഡിയോ കോളർ സ്ഥാപിച്ചാണ് കാട്ടിലേക്ക് തുറന്നു വിട്ടത്. പക്ഷെ അവിടെ നിന്നും പിന്നീട് ഇതിന്റെ ഒരു സഞ്ചാരപഥം ഏതൊക്കെ ഇടങ്ങളിൽ പോകുന്നുണ്ടോ എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ വിലയിരുത്തൽ ഒരുപക്ഷെ കർണാടക വനവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നത് തന്നെയാണ് ഈ വളരെ പെട്ടെന്ന് ഈ ജനവാസ കേന്ദ്രത്തിൽ ഈ ആന പ്രത്യക്ഷമാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം തിരുനെല്ലി മേഖലയിൽ 12 ദിവസം മുമ്പ് ഈ ആന എത്തിയിരുന്നു. ആ മേഖലയിൽ ഈ ആനയുടെ സാന്നിധ്യം തിരുനെല്ലി മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. അപ്പോൾ അവിടെ നിന്നും ആ മേഖലയിൽ ഇതിന്റെ സാന്നിധ്യം പ്രത്യക്ഷമായപ്പോഴും അത് പുറത്തേക്ക് പറയുന്നതിനോ അല്ലെങ്കിൽ അതിനെ കൃത്യമായി ഒരു ജാഗ്രത പാലിക്കുന്നതിനോ ഒന്നും ശ്രമിച്ചില്ല എന്ന് അതും ഒരു വയനാട് മാനന്തവാടി നഗരത്തിലാണ് ഭീതി വിതച്ചുകൊണ്ട് കാട്ടാന എത്തിയത്. കാട്ടാനയെ മയക്കുവെടി വെച്ച് തിരികെ കാട്ടിലേക്ക് അയക്കുവാനുള്ള നീക്കങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാർഷിക മേഖലയിൽ തന്നെയാണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇതുവരെയും ശാന്ത സ്വഭാവത്തിൽ തന്നെയാണ് ആന തുടരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ജിൻസും അതോടൊപ്പം തന്നെ അനീഷും നൽകിയത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്ത ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം. ഈ പരിപാടി